നമസ്കാരം. ഇറാനെ ഭസ്മമാക്കി കളയാൻ അമേരിക്കയുടെ അടുത്ത നീക്കം കരയുദ്ധമാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. ട്രംപ് ഇടയ്ക്കിടയ്ക്കൊക്കെ മാറ്റി പറയുന്നുമുണ്ട്, യുദ്ധം തീർന്നെന്ന് പറയുന്നുണ്ട്. പറയുന്ന വാക്ക് വിശ്വസിക്കാമോ ഇല്ലയോ എന്ന് അറിയില്ല. ഏതായാലും കരയുദ്ധം ഇറാനില് അമേരിക്ക നടത്തുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ കാര്യം കട്ടപ്പുകയാകും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആത്മഹത്യ ചെയ്യേണ്ടി വരും. അമേരിക്കയുടെ സാമ്പത്തിക അവസ്ഥ മുഴുവൻ താറുമാറാകും. അമേരിക്കൻ ജനത മുഴുവൻ കുത്തുപാള എടുത്തു പോകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇതിങ്ങനെ പറയുമ്പോൾ എന്തൊരു തള്ളാണടേ എന്ന് ചോദിക്കേണ്ട. അങ്ങനെ ചോദിക്കണമെന്ന് തോന്നുന്നവർ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഒന്ന് തീരുമാനിക്കുക. നമുക്ക് ചില ചരിത്രങ്ങളൊന്ന് നോക്കണം. അമേരിക്ക ആദ്യമായിട്ടല്ല കരയുദ്ധത്തിന് പോണത്. ഇറാനിലെ യുദ്ധം നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ്, കരയുദ്ധം സംസാരിക്കുന്നതിന് മുമ്പ് മുകളിൽ നിന്ന് താഴേക്ക് ഫൈറ്റർ ജെറ്റിലും മറ്റു കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് നിരത്തി ബോംബും മിസൈലും ഒന്നും ഇടാൻ കുഴപ്പമൊന്നുമില്ല. അതിനുള്ള ശേഷി ക്ഷമശിയും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ധാരാളം ഉണ്ട്. എന്നാൽ കരയുദ്ധം അങ്ങനെയല്ല. ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള കരയുദ്ധങ്ങളെ നമുക്കൊന്ന് നോക്കാം. വിയറ്റ്നാമിലെ യുദ്ധം എങ്ങനെയായിരുന്നു എന്നുള്ളത്. വിയറ്റ്കോങ്, അതായത് വടക്കൻ വിയറ്റ്നാമിലെ സൈന്യത്തിന് വിളിക്കുന്ന പേരാണ് വിയറ്റ്കോങ്. വിയറ്റ്നാമിനെ രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന അമേരിക്കൻ പട്ടാളക്കാരെ ഒരു തരത്തിലും അടുപ്പിക്കാത്ത വിയറ്റ്നാമിലെ സാധാരണക്കാരും അവിടുത്തെ പ്രാദേശികമായിട്ടുള്ളവരും അവരുടെ തന്നെ പിന്തുണയിൽ അമേരിക്കക്കെതിരെ ഗറില്ല യുദ്ധമുറ നടത്തുന്ന പട്ടാളക്കാർ. ഏതൊരു യുദ്ധമുന്നണിയും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ യുദ്ധത്തിലുള്ള പട്ടാളക്കാർക്കും മറ്റുള്ളവർക്കും ആവശ്യമായ ഇന്ധനവും ആയുധവും ഭക്ഷണവും എത്തിക്കുന്ന ശൃംഖലകളാണ്. അത്തരത്തിലുള്ള ശൃംഖലകളെ തകർക്കാൻ അമേരിക്ക പല പണി നോക്കിയെങ്കിലും ഈ വിയറ്റ്നാം പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞില്ല. അത് മാത്രമല്ല, അമേരിക്കൻ പട്ടാളക്കാർക്ക് ആ ശൃംഖലയിൽ ബന്ധപ്പെടാനും കഴിഞ്ഞില്ല. അവരുടെ കാര്യം ആകെ കട്ടപ്പുകയാകുന്നതാണ് വിയറ്റ്നാമിൽ നമ്മൾ കണ്ടത്. വിയറ്റ്നാം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈനികർ, അമേരിക്കൻ പട്ടാളക്കാർ ഏകദേശം 58,220 അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. വിയറ്റ്നാം യുദ്ധത്തിൽ ഏകദേശം 3 ലക്ഷത്തിലധികം വരുന്ന പട്ടാളക്കാർക്ക് പരിക്കുണ്ട്. പിന്നെ ഏതാണ്ട് $168 ബില്യൺ, ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 1 ട്രില്യൺ വരും. ആ ട്രില്യൺ സാമ്പത്തിക ബാധ്യത അമേരിക്കയ്ക്ക് ഉണ്ടായി. അതുമാത്രമല്ല, ആയിരക്കണക്കിന് വിമാനങ്ങള് അതുപോലെ ഹെലികോപ്റ്ററുകളെല്ലാം ആ വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടമായി. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത, നട്ടല്ലൊടിക്കുന്ന ഒരു നഷ്ടമാണ് വിയറ്റ്നാം യുദ്ധം അവർക്കുണ്ടാക്കി കൊടുത്തത്. ചരിത്രമാണ് ഇത്, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ചരിത്രം ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി എല്ലാവർക്കും കിട്ടാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ യുദ്ധമാണ് അതിനുശേഷം ചെയ്ത് അഫ്ഗാനിസ്ഥാനില് ആയിട്ടുള്ളൊരടി. അത് അഫ്ഗാനെ ഇപ്പൊ ശരിയാക്കി കളയാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള യുദ്ധം എത്ര കൊല്ലം നടന്നു നമുക്കറിയാം. അതിൽ ഏകദേശം 2,400-ലധികം പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. ഏതാണ്ട് 10,000 പട്ടാളക്കാർക്ക് ഗുരുതരമായി പരിക്കുണ്ട്. പിന്നെ അതിന് പുറമെ ഇതിന് എത്തിച്ചു കൊടുക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ ശൃംഖലകൾ എത്തിച്ചു കൊടുക്കുന്ന പട്ടാളക്കാരല്ലാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ. അതില് 10-10,000 കണക്കിന് കരാർ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ആ തൊഴിലാളികൾക്കൊക്കെ ജീവൻ നഷ്ടമായി. ഇതിനെല്ലാം പുറമെ 2.3 ട്രില്യൺ, ഏകദേശം 190 ലക്ഷം കോടി രൂപയോളം ആ യുദ്ധത്തിന് അന്നത്തെ കണക്കിന് ചെലവായി എന്ന് പറയുന്നുണ്ട്. അവസാനം വിയറ്റ്നാം യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയതുപോലെ അഫ്ഗാൻ യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങി പോകുമ്പോൾ, കരയുദ്ധത്തിൽ അമ്പെ പരാജയപ്പെട്ട് നിർത്തി പോകുമ്പോൾ $7 ബില്യൺ വിലമതിക്കുന്ന അത്യന്താധുനിക ആയുധങ്ങള്, വിമാനങ്ങള്, അവരുടെ വാഹനങ്ങള്, എന്തിന് അപ്പാച്ചെ ഹെലികോപ്റ്റർ അടക്കം, അത്തരത്തിലുള്ള ഹെലികോപ്റ്ററുകൾ അടക്കം അവിടെ ഉപേക്ഷിച്ചിട്ട് രാഖി രാമനം നാട് വിടേണ്ടി വന്നു എന്നതാണ് വസ്തുത. സംഭവിച്ച കഥയാണത്. അതിൽ പരം ഒരു വലിയ നാണക്കേട് അമേരിക്കയെ കാത്തിരുന്നത്, അമേരിക്കൻ സൈന്യം അഫ്ഗാൻ വിടുന്നതിന് മുമ്പ് കാബൂള് അവിടുത്തെ തീവ്രവാദി സംഘങ്ങൾ പിടിച്ചടക്കി. അതായത് അഫ്ഗാനിസ്ഥാനെ ഞങ്ങൾ ലോക സമാധാനത്തിന്റെ തലസ്ഥാനമാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പട്ടാളത്തെ പിൻവലിക്കുന്നുണ്ടെങ്കിൽ അവർ പോകുന്നതിന് മുമ്പ് തന്നെ കാബൂള് പിടിച്ചടക്കിക്കൊണ്ട് അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകൾ മാതൃക കാണിച്ചപ്പോ എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിച്ചിട്ട് പോയാൽ മതി എന്ന നിലയിൽ തടി കൈച്ചിലാക്കിയതാണ് എന്ന് ലോകത്തിന് മനസ്സിലായത് കണ്ട് നാണം കെട്ട ഒരു രാജ്യമാണെന്ന് അമേരിക്ക. അതിനുശേഷം പിന്നെ നടത്തിയിട്ടുള്ള ഒരു വലിയൊരു മണ്ടത്തരമാണ് ഇറാഖിന്റെ കരയുദ്ധം. ഇറാഖിനെ ആക്രമിക്കാൻ വന്നത്. ഇറാഖിലെ കരയുദ്ധം അമേരിക്ക നടത്തുന്നത്, അല്ലെങ്കിൽ അത് യുദ്ധം തുടങ്ങിയത് തന്നെ ഇറാഖ് നിറച്ച് രാസായുധമാണ്. ആ രാസായുധം ലോകത്തിനൊരു ഭീഷണിയാണ്. അതുകൊണ്ട് സദ്ദാം ഹുസൈനെ ഞങ്ങൾ തീർക്കും, ഭരണകൂടത്തെ മാറ്റും, ഇറാഖിലൊരു നല്ലൊരു ഭരണകൂടം ഞങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് യുദ്ധം തുടങ്ങിയത്. പിന്നീട് കരയുദ്ധം തുടങ്ങി. അല്ല, ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഇറാഖിൽ ആഭ്യന്തരമായ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്.
അവിടെ പല വിഭാഗക്കാര് പല ഗ്രൂപ്പാണല്ലോ. നമ്മുടെ ഇവിടെ ഇന്ത്യയിലുള്ളത് പോലെയുള്ള ചില പ്രശ്നങ്ങൾ ഇറാഖിലുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇന്ത്യയിൽ ഖാലിസ്ഥാൻ വാദികളായിട്ടുള്ള സിഖ് ഭീകരർ, അറിയാലോ, ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ഒരു ഭാഗം എടുത്തുകൊണ്ട് ഒരു രാജ്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നവരാ ഖാലിസ്ഥാൻ വാദികൾ. സിഖ് മതസ്ഥരായിട്ടുള്ള ഒരു വിഭാഗം, എല്ലാവരും അല്ല, ഒരു വിഭാഗം, ഇന്ത്യയുടെ കൂറുള്ളവരുടെ കാര്യമല്ല പറയുന്നത്. അവരാണ് മുമ്പ് കാനഡയുമായിട്ട് ചേർന്നിട്ട് കുറെ കളിച്ചതും ട്രൂഡോ അവസാനം ഇരുന്ന് അഴിച്ചിരുന്ന് മുള്ളേണ്ടി വന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അങ്ങനെ ഏതാണ്ട് സമാനമായ സാഹചര്യങ്ങൾ ഇറാഖിലുമുണ്ട്. അതായത് ഇറാഖിലെ കുർദുകൾ താരതമ്യേന മനസമാനത്തോടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷെ അവരുടെ രണ്ടുപേരുടെ വിശ്വാസ രീതികൾ വ്യത്യാസമായതുകൊണ്ട് കുർദുകളെ ഒതുക്കണം, അല്ലെങ്കിൽ അവർ വേണ്ട എന്നൊക്കെ സദ്ദാം ഹുസൈനും അല്ലെങ്കിൽ അവരുടെ ഭരണകൂടത്തിനും മറ്റുള്ളവർക്കും ഒക്കെ നോട്ടങ്ങളുണ്ട്. പക്ഷെ പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ അവരുടെ ആഭ്യന്തര വിഷയങ്ങളാണ്. അങ്ങനെയും കൂടെ നമ്മൾ ചിന്തിക്കണമല്ലോ. അതുകൊണ്ട് മറ്റൊരു രാജ്യത്തെ ഭരണാധികാരികളോ അവിടുത്തെ സൈനിക സംവിധാനങ്ങളോ അവിടെ കടന്നു കയറി അവിടെ തോന്നിയാസങ്ങൾ കാണിക്കുക എന്നുള്ളത് എവിടെ ആര് കാണിച്ചു കഴിഞ്ഞാലും അത് തെമ്മാടിത്തരമാണ്. അത്തരത്തിലുള്ളൊരു തെമ്മാടിത്തരമാണ് ഇറാഖിൽ അമേരിക്ക കാണിച്ചത്. അങ്ങനെ ഇറാഖ് അമേരിക്കയിൽ കടന്നു കയറി അത്തരത്തിലുള്ള തെമ്മാടിത്തരം കാണിച്ചതിന്റെ ഫലമായിട്ട് സദ്ദാം ഹുസൈനെ ഭരണത്തിൽ നിന്ന് ഇറക്കാൻ പറ്റി. എന്നിട്ട് സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നു. ഇതൊക്കെ ചെയ്തു. പക്ഷെ അവസാനം അമേരിക്ക പതറുന്നതായി, അതായത് അമേരിക്ക ലോകരാജ്യങ്ങളോട് പറഞ്ഞതൊക്കെ തകിടം മറിയുന്നതാണ് കണ്ടത്. ഒന്ന്, ഒരു ശക്തമായ ഒരു ഭരണകൂടവും ഒരു സിസ്റ്റവും ഉണ്ടാകുന്നതിനെ തകർത്ത് ഇറക്കിയതിനു ശേഷം ഒരു വ്യക്തമായ ഒരു കൃത്യബോധമുള്ള ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ ഒരു പ്ലാനും അമേരിക്ക എടുക്കാത്തത് കൊണ്ട് ആകെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് പോയി ഇറാഖ്. സദ്ദാം ഹുസൈന്റെ പട്ടാളം എന്ന് പറഞ്ഞാൽ വളരെ പ്ലാനിങ്ങോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന പരിശീലനം സിദ്ധിച്ച ഒരു പട്ടാളമായിരുന്നു. അതിനെ മൊത്തം അങ്ങോട്ട് പിരിച്ചുവിട്ടു. അതുകൊണ്ട് പിന്നെ ഉണ്ടായത് ലോകത്തിന്റെ മുഴുവൻ നാശമാണ്. കാര്യം വരുമാനമില്ലാതായി, പട്ടാളക്കാർക്ക് വരുമാനമില്ലാതായി. ഭരണകൂടത്തിന്റെ ഒരു അസ്ഥിരത്വം വന്ന സമയത്ത് ഈ പറയുന്ന പട്ടാളക്കാരൊക്കെ പല ഭീകര സംഘടനകളുമായിട്ട് ചേർന്നു. അതിന്റെ അവാന്തര വിഭാഗമായിട്ടാണ് അവസാനം ഐസിസ് പോലും ഉണ്ടാകുന്നത്. അതിന്നൊരു ലോകത്തിനൊരു ശാപമായിട്ട് നിലനിൽക്കുകയാണ്. അതായത് ഐസിസിനെ പോലെയുള്ള തീവ്രവാദ സംഘടനകളെ ഉണ്ടാക്കാനായിട്ടാണ് സത്യത്തിൽ ഇറാഖ് അമേരിക്ക ആക്രമിച്ചതെന്ന് പോലും തോന്നിപ്പോകും. ഇറാഖില് ഏകദേശം 4500ഓളം പട്ടാളക്കാര് മരണപ്പെട്ടു. 32,000 പട്ടാളക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതിൽ കുറച്ചുപേർ ഇന്നും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്ട് 1.1 ട്രില്യൺ സാമ്പത്തിക നഷ്ടമാണ് അന്നത്തെ കണക്കില് വന്നത്. അത് ഇന്നത്തെ ഇത് കണക്കാക്കുകയാണെങ്കിൽ 2-2.5 ട്രില്യൺ ഡോളർ വരും. മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് അവിടെ കരയുദ്ധത്തിന് പോയി അവിടെ ഞങ്ങളതേ ഒതുക്കിക്കളയും എന്ന് വീമ്പിളക്കി പോകുന്ന അമേരിക്കയ്ക്ക് കിട്ടുന്ന തിരിച്ചടി അവർക്കൊരു പാഠമാകുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇനിയിപ്പോ ഇറാനിൽ വന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അഫ്ഗാനിസ്ഥാനിലും വിയറ്റ്നാമിലും ഇറാഖിലും ഉണ്ടായതിനേക്കാൾ വളരെ ശക്തമായ തിരിച്ചടിയായിരിക്കും കരയുദ്ധം അമേരിക്ക നേരിട്ട് നടത്തുകയാണെങ്കിൽ, ഇറാൻ നടത്തുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത്. അത്തരത്തിലൊരു യുദ്ധം നടന്നാൽ, കരയുദ്ധം നടന്നു കഴിഞ്ഞാൽ അമേരിക്ക വൻ പരാജയം നേരിടേണ്ടി വരും. അതല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിന് ചില കാരണങ്ങളുണ്ട്. അതിലെ പ്രധാന കാരണം അഫ്ഗാനെ പോലെയുള്ള ഒരു ഭൂപ്രകൃതി, ഇറാനിലെ ഭൂപ്രകൃതിയാണ്. അമേരിക്കൻ പട്ടാളക്കാർക്ക് ഒരു നിലയ്ക്കും സഹകരിക്കാൻ പറ്റാത്ത, അവർക്ക് പരിചയമില്ലാത്ത ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ ഇറാനിലുള്ളത്. വലിയ ഉയരമുള്ള പർവ്വതങ്ങളും വിശാലമായ മരുഭൂമികളും എല്ലാം അമേരിക്കൻ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം മേലെ നിന്ന് കീഴ്പ്പെട്ട് നോക്കുന്ന പോലെ അല്ല. അത്തരം പ്രദേശങ്ങളിൽ ചിരപരിചിതമായിട്ടുള്ള ഇറാൻ പട്ടാളത്തിന് പക്ഷേ അമേരിക്കയുടെ പട്ടാളക്കാരെ കണ്ടെത്താനും വകവരുത്താനും എളുപ്പത്തിൽ കഴിയുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ കൂടെ ചേർത്ത് പറയാനുള്ളത്, ഇറാഖിനെ പോലെയോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ പോലെയോ ഒന്നുമല്ല ഇറാൻ എന്ന് പറയുന്നത്. അവർക്ക് വർഷങ്ങളായി നിരന്തരം യുദ്ധം ചെയ്തുള്ള പാരമ്പര്യമുണ്ട്. അതിനോളമുള്ള ആയുധങ്ങളുണ്ട്. അതായത് മറ്റു രാജ്യങ്ങളെ പോലെ അല്ല. അത് കരുതിയിട്ടാണ് ഇങ്ങോട്ട് വന്ന് കയറുന്നുണ്ടെങ്കിൽ ഇവിടെ വലിയ തിരിച്ചടിയായിരിക്കും അമേരിക്കയ്ക്ക് കിട്ടാൻ പോകുന്നത്. ഇറാൻ ഒരു വലിയ സൈന്യമുണ്ട്, നല്ല പരിശീലനം ശ്രദ്ധിച്ച ഒരു സൈന്യമുണ്ട്. ആ സൈന്യമാകട്ടെ സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറായി നിൽക്കുന്ന സൈന്യമാണ്. അമേരിക്കൻ പട്ടാളക്കാരെ പോലെ എല്ലാം നശിപ്പിച്ചിട്ട് തിരികെ വീട്ടിൽ ചെന്ന് പെണ്ണുമ്പോഴേക്കും കുട്ടികൾക്കും ചോറ് വാരി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് വരുന്നവരല്ല. ഇറാനിലെ പട്ടാളക്കാർ, ഇറാനികളെ സംബന്ധിച്ചിടത്തോളം അവരൊന്ന് ബോംബ് വീണ് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് സ്വർഗരാജ്യം കിട്ടും, ഈ യുദ്ധത്തിലെങ്കിലും നമ്മുടെ മേലൊരു ബോംബ് വീണെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരാ. അത്തരത്തിൽ മരണം ആഗ്രഹിച്ച്, ചോര ചിന്താൻ ആഗ്രഹിച്ച് നടക്കുന്നവരുടെ നേരേക്ക് ചെന്ന് കയറി കൊടുത്താലും മതി. സ്വന്തമായി വികസിപ്പിച്ച ഡ്രോണുകൾ, മറ്റ് ആയുധങ്ങൾ, ഇതൊക്കെ ഏത് രീതിയിലാണ് എങ്ങോട്ടാണ് പോകണമെന്ന് പറയാനും പറ്റില്ല. ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയെ കാത്ത് ഇരിക്കുന്ന കരയുദ്ധത്തിൽ അമേരിക്ക ഇറാനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരെ കാത്തിരിക്കുന്ന നരകമായിരിക്കും അമേരിക്ക എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അമേരിക്ക ഇതിനു മുമ്പ് മറ്റ് രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ള കരയുദ്ധത്തെക്കാൾ വലിയൊരു വെല്ലുവിളി ഇനി കാത്തിരിക്കുന്നത് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളാണ്. മറ്റ് രാജ്യങ്ങളിൽ ഇറാനെ സഹായിക്കാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം ഗ്രൂപ്പുകൾ ആ മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾക്കും മറ്റും വലിയ നഷ്ടമുണ്ടാക്കും.
വലിയ പ്രതിസന്ധി ഉണ്ടാക്കും, അമേരിക്കൻ പട്ടാളത്തിന് വലിയ തലവേദന ആവുകയും ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ ഒരു രാജ്യത്തെ മാത്രം അമേരിക്കയ്ക്ക് നേരിട്ടാൽ പോരാ, അമേരിക്കൻ പട്ടാളത്തിന് നേരിട്ടാൽ പോരാ. ഒരുപാട് രാജ്യങ്ങളിലെ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള വ്യത്യസ്ത ആയുധങ്ങൾ കൊണ്ട് അമേരിക്കൻ പട്ടാളത്തെ നേരിടുന്ന വലിയൊരു സേനയെ നാനാ വഴിക്ക് നിന്നും നേരിടേണ്ട ഒരു സിറ്റുവേഷൻ അമേരിക്കൻക്ക് വന്നു ചേരുമെന്ന കാര്യത്തിൽ വല്ല സംശയമുണ്ടോ? ഇപ്പോഴത്തെ ഹോർമൂസ് കടലെടുക്ക് തന്നെയാണ് പിന്നെയുള്ള ഒരു പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത്. പട്ടാളം അമേരിക്കക്കാർ പറയുന്നത് ഹോർമൂസ് ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്നു, ഒന്നും ചെയ്യാൻ പറ്റൂല, കാരണം അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അമേരിക്കയ്ക്കും അമേരിക്കയുടെ സഖ്യകക്ഷികളും മാത്രമാണ് അതുവഴി പോകാൻ പറ്റില്ലാത്തത്. ബാക്കിയുള്ള എല്ലാവർക്കും അവരുടെ എണ്ണയും അവരുടെ മറ്റ് വസ്തുക്കളും എല്ലാം കൊണ്ട് അവരുടെ ഷിപ്പ് ധൈര്യപൂർവ്വം പോകാം, അതിന് ഇറാൻ സംരക്ഷണം നൽകുമെന്നൊക്കെ ഇറാനിൽ നിന്ന് അവരുടെ ഭരണകൂടം പറയുമ്പോൾ അതിനനുസരിച്ച് കപ്പലുകൾ പോകുമ്പോൾ പൂർണ്ണമായും ഹോർമൂസ് കടലിടുക്കിലെ വാണിജ്യ സംവിധാനങ്ങൾ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് ചെറുതായിട്ടൊന്നും ആയിരിക്കില്ല വിഷയമുണ്ടാകുന്നത്. ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയുടെ എടുത്തുചാട്ടമാണ് ഇറാനിലേക്കുള്ള ഇപ്പോൾ നടത്തിയിട്ടുള്ള യുദ്ധം, ഇസ്രായേലിന്റെ യുദ്ധം എന്ന് പറയുന്നത്. അതായത് ഇസ്രായേലും അമേരിക്കയും കൂടി ഒരു കാര്യവുമില്ലാതെയാണ് ഇറാനെ ആക്രമിച്ചത്. ഇറാൻ അവർക്കൊരു ഭീഷണിയായിരുന്നില്ല, ഒരു തരത്തിലുള്ള ഭീഷണി, ഞങ്ങൾ നിങ്ങളെ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ടുമില്ല. ഒരു കാര്യവുമില്ലാതെ ഇറാനിൽ കയറി അടിച്ചിട്ട് അവസാനം എങ്ങനെ തടിയൂരണമെന്ന് അറിയാതെ നക്ഷത്രക്കാൽ എണ്ണി നിൽക്കുകയാണ് അമേരിക്കൻ ട്രംപും. അതുപോലെ ഇതുവരെ കാണാത്ത വിധം വലിയ നാശനഷ്ടം, അതായത് ഒരിക്കലും ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത നാശനഷ്ടങ്ങൾ അവർ ഗസയിലും മറ്റും നടത്തിയിട്ടുള്ള നരനായാട്ടും അവിടെ നടത്തിയിട്ടുള്ള ആ പൊളിച്ചടുക്കലുണ്ടല്ലോ, അതായത് കെട്ടിടങ്ങളുടെ ശവപ്പറമ്പ്, കിലോമീറ്ററുകളോളം മൈലുകളോളം ശവപ്പറമ്പുകളാ, ഓരോ നഗരങ്ങളൊക്കെ പൊളിഞ്ഞടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ. അതൊക്കെ അവിടെയല്ലേ എന്ന് ഇസ്രായേലിലെ ജനത കരുതിയിരുന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ അത്തരത്തിലുള്ള വലിയ നഷ്ടങ്ങൾ അവിടെയും കിട്ടുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോ രണ്ടു കൂട്ടരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാണക്കേടും നാശനഷ്ടങ്ങളും അതൊന്നും ആയിരിക്കില്ല അമേരിക്ക കരയുദ്ധം ഇറാനിൽ ആരംഭിച്ചാൽ പിന്നീട് അവർ വാങ്ങിക്കൂട്ടാൻ പോകുന്നത്. Different angles. Don't forget to subscribe and support this channel.